ചെങ്കടൽ ലക്ഷ്യമാക്കി അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധവാഹിനി കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 120 F-35 യുദ്ധവിമാനങ്ങൾ വഹിക്കപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ചെങ്കടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനെ ഭീഷണിപ്പെടുത്താനോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപങ്ങൾ എത്തിയിട്ടില്ല എന്ന അഭിപ്രായം വിമർശനാത്മകമായ രീതിയിൽ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നു. അതിന് പറയുന്ന കാര്യം, അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ, ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അബ്രഹാം ലിങ്കൺ പടക്കപ്പൽ. ഇത് ചെങ്കടലിൽ ഉണ്ടായിരുന്നു. ഈ ചെങ്കടലിൽ നിന്ന്, ഈ കപ്പലിൽ നിന്ന് യമന് നേരെ ആക്രമണം നടത്തിയ സമയത്ത് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവുകയും ആ തിരിച്ചടിയിൽ ഈ പറയുന്ന അബ്രഹാം ലിങ്കന്റെ കപ്പലിന്റെ ഭാഗങ്ങൾ തീപിടിക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് സുരക്ഷിതമില്ല എന്ന് കണ്ട് ചെങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് അവർ മാറ്റുകയാണ് ചെയ്തത്. രണ്ടാമത് വന്നിരിക്കുന്ന കപ്പൽ എന്ന് പറയുന്ന ആരിസ്ട്രോമാൻ എന്ന് പറയുന്ന കപ്പലാണ്. ഇതിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക യമനെ ആക്രമിച്ചത്. അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി യമന്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പിന്നെ ഉൾവലിയുകയും ചെയ്തു എന്നാ പറയുന്നത്. 1400 കിലോമീറ്റർ പിറകോട്ട് ചെങ്കടലിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് ഉണ്ടായത്. വലിയ കേടുപാടുകളൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ബ്രോമാൻ അവിടുന്ന് മാറ്റിയത് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും മൂന്നാമത് വരാൻ പോകുന്ന 120 F-35 എന്ന് പറയുന്ന കപ്പൽ